എല്ലാവർക്കും ഡിജിറ്റലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു റിവ്യൂ വീഡിയോയുമായിട്ടാണ്. നോക്കിയയുടെ ഏറ്റവും പുതിയ 5.3 എന്ന സ്മാർട്ട് ഫോണുകൾ ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ എത്തിയിരിക്കുകയാണ്. 15,000 രൂപയ്ക്ക് താഴെ വാങ്ങിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. നോക്കിയയുടെ 5.3 റിവ്യൂ ആണ്. ഇത് എത്രമാത്രം ഗെയിമിനും അല്ല മറ്റ് കാര്യങ്ങൾക്കൊക്കെ എത്രമാത്രം മികച്ചു നിൽക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ പുറത്തിറങ്ങിയ സ്മാർട്ട് ഫോണുകളാണ് ഈ നോക്കിയയുടെ 5.3 എന്ന മോഡലുകൾ. പിന്നെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇത് നോൺ ചൈനീസ് ഫോണുകളാണ്. നമുക്കറിയാം ഇപ്പോൾ ചൈനീസ് ഫോണുകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ വിപണിയിൽ നോൺ ചൈനീസ് ഫോണുകൾ നോക്കുന്നവർക്ക് ഈ നോക്കിയയുടെ ഏറ്റവും പുതിയ 5.3 എന്ന സ്മാർട്ട് ഫോണുകൾ 15,000 രൂപയ്ക്ക് താഴെ വാങ്ങിക്കാവുന്ന ഈ ഫോണുകൾ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റിവ്യൂസ് വീഡിയോസ് എല്ലാം ഞങ്ങൾ യൂട്യൂബിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. കൂടാതെ ബെൽ ഐക്കണും അമർത്തുക. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിലേക്ക് നോക്കിയുടെ 5.3 ഫോണുകളുടെ ഡിസൈനിലേക്ക് കിടക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ, അതായത് പുറകുവശത്ത് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് രൂപത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡിസൈനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അധികം വെയിറ്റ് ഭാരമൊന്നുമില്ലാത്ത ഒരു ഫോണാണ്. 185 ഗ്രാം ഭാരം മാത്രമാണ് ഈ നോക്കിയയുടെ 5.3 എന്ന സ്മാർട്ട് ഫോണുകൾക്കുള്ളത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നൽകിയിരിക്കുന്നത്. ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അൺലോക്ക് മാറുന്നതായിരിക്കും. അത് അധികം സമയം എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ പുറകിലത്തെ വിശേഷങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. അതായത് ഡിസ്പ്ലേയുടെ ഫീച്ചറുകൾ. വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. അതോടൊപ്പം തന്നെ 6.55 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും ഈ ഫോണുകൾക്ക് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ സംരക്ഷണത്തിന് ഗോറില്ല ഗ്ലാസിൻ്റെ 3യും നൽകിയിരിക്കുന്നു. ഇതൊക്കെയാണ് മുന്നിലത്തെ വിശേഷങ്ങൾ. അടുത്തായിട്ട് നമ്മൾ പെർഫോമൻസിലേക്ക് കിടക്കുമ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറാണ് ഈ ഫോണുകൾക്ക് നൽകിയിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 665 പ്രോസസ്സറിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു ആൻഡ്രോയിഡിൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആന്തരിക ഫീച്ചറുകൾ നോക്കുകയാണെങ്കിൽ, അകത്തുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 4 GB റാമിലും 6 GB റാമിൽ 4 and 6 GB റാമിൽ നമുക്കിത് വാങ്ങിക്കാൻ സാധിക്കും. 64 GB സ്റ്റോറേജിലും ഇത് ലഭ്യമാകുന്നതാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമുക്ക് 4ഉം 6ഉം തന്നെയാണ് വാങ്ങിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് റിയൽമിയുടെ 6i അല്ലെങ്കിൽ റെഡ്മിയുടെ നോട്ട് 9ഉം ഈ ഫോണുകളൊക്കെ ആയിട്ട് നമുക്ക് ഇതിനെ താരതമ്യം ചെയ്യാൻ സാധിക്കും. ഈ 2 ഫോണുകളും ഇതേ റേഞ്ചിൽ തന്നെ വാങ്ങിക്കാൻ സാധിക്കുന്ന, ഇതേ ഫീച്ചറിൽ തന്നെ വാങ്ങിക്കാൻ സാധിക്കുന്ന ഫോണുകളാണ്. നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ബെഞ്ച് മാർക്കിലൊക്കെ ഈ നോക്കിയ 5.3 എന്ന ഫോണുകൾ ആവറേജ് ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ്രോയിഡിൻ്റെ 10 പുതിയ അപ്ഡേഷനുകൾ എത്തുമ്പോൾ നമുക്ക് ഈ ഫോണുകളിൽ നോക്കിയുടെ 5.3 എന്ന ഫോണുകളിൽ ലഭ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ആൻഡ്രോയിഡ് 10 സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ഒരു പെർഫോമൻസ് നമുക്കിതിൽ കാണാൻ സാധിക്കും. നമുക്ക് ജിമെയിലും അതുപോലെ മറ്റ് ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് വളരെ എളുപ്പമായിട്ട് ഇതിൽ ഓപ്പൺ ആകാൻ അല്ലെങ്കിൽ ഇത് എടുക്കുവാൻ സാധിക്കുന്നു. അതും ഇതിൻ്റെ മറ്റൊരു ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു ഫീച്ചറുകളിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ നാവിഗേഷനും അതുപോലെ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഈ വീഡിയോ കാണുന്ന പോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് ഒരു കുറച്ച് പ്രട്ടി ഗുഡ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നോക്കിയുടെ 5.3 അതിലൊക്കെ നല്ല മികവ് കാട്ടിയിരിക്കുന്നത് നമുക്ക് പറയാം. അടുത്തായിട്ട് നമുക്ക് ഗെയിമിംഗ് എക്സ്പീരിയൻസിലേക്ക് കിടക്കാം. ഗെയിമിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ PUBG മൊബൈലും അതുപോലെ മറ്റു ഗെയിംസൊക്കെ ഇതിൽ റിവ്യൂസിന് വേണ്ടി കളിച്ച് നോക്കിയിരുന്നു. പക്ഷേ അതിൽ നിന്നും ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് നമുക്ക് ഈ PUBG ഗെയിംസൊക്കെ നമ്മളെടുക്കുമ്പോൾ അതിൽ പ്ലേ ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമേ ഈ നോക്കിയുടെ 5.3 ഫോണുകളിൽ കാഴ്ചവെക്കുന്നുള്ളൂ. കാരണം അത് ഒരു എന്താ പറയുക, നമുക്ക് 15,000 താഴെ വാങ്ങിക്കാവുന്ന ഒരു ഫോണിൽ നൽകിയിരിക്കുന്ന ഒരു പെർഫോമൻസ് നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എന്ന് മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ഇതിനെ ഒരു ഗെയിമിങ്ങിന് വേണ്ടി ഒരു സ്മാർട്ട് ഫോൺ, നോക്കിയുടെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിരാശപ്പെടുത്തുന്ന ഒരു ഫോണാണ് നോക്കിയുടെ 5.3 എന്ന ഫോണുകൾ. കാരണം PUBG ഇപ്പോൾ ഒരുപാട് ആളുകൾ കളിക്കുന്ന ഒരു ഗെയിമാണ് PUBG. സോ PUBG അഡിക്റ്റേഴ്സ് ഒന്നും അവർക്ക് പറ്റിയൊരു ഫോണല്ല ഈ നോക്കിയുടെ 5.3 എന്ന ഫോണുകൾ. കാരണം അതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് ഇത് കാഴ്ചവെക്കുന്നില്ല. നമുക്കിനിയും ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. എന്നാൽ നമുക്ക് ഇതിൻ്റെ ക്യാമറ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഫോണുകൾക്ക് നോക്കിയുടെ 5.3 എന്ന ഫോണുകൾക്ക് ക്വാഡ് ക്യാമറ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ബാക്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ആ ക്യാമറയുടെ ഒരു ഡിസൈൻ അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 13+5+2+2 13 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറയാണ്. അതിൽ 13 മെയിൻ ക്യാമറ, പിന്നെ 5 2 ഡെപ്ത് സെൻസർ, അതേപോലെ തന്നെ മൈക്രോ ലെൻസ് എന്നിവയാണ് ഇതിൻ്റെ പിന്നിൽ നൽകിയിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ 13 മെഗാ പിക്സൽ ക്യാമറ, അത് നല്ലൊരു പെർഫോമൻസ്, അതിൻ്റെ മെയിൻ ക്യാമറയാണ്, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൽ പിക്ചറുകൾ എടുക്കാൻ സാധിക്കും. സൂമിങ് ക്ലാരിറ്റി ആണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് കാഴ്ചവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നൈറ്റിൽ മോഡിൽ എടുക്കുവാണെങ്കിൽ കൂടി അത്യാവശ്യം നല്ല പെർഫോമൻസ്, നല്ല സ്റ്റാൻഡേർഡിൽ തന്നെ നമുക്ക് പിക്ചറുകൾ ലഭിക്കുന്നുണ്ട് ഈ നോക്കിയയുടെ 13 മെഗാ പിക്സലിൻ്റെ ക്യാമറയിൽ. എന്നാൽ അൾട്രാ വൈഡിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഒരു സ്റ്റാൻഡേർഡ്, ഒരു ഒരു ആവറേജ് സ്റ്റാൻഡേർഡ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. 13 നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ 5-ലെത്തിയപ്പോൾ ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമേ കാഴ്ചവെക്കുന്നുള്ളൂ. എന്നാൽ അതിന് തൊട്ട് താഴെയുള്ള 2+2 മാക്രോയും ഈ 2 സെൻസറുകളും സ്റ്റാൻഡേർഡ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കിയയുടെ 5.3 എന്ന ഫോണുകളിലെ ക്യാമറ ഒരു നല്ല സ്റ്റാൻഡേർഡ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. 8 മെഗാ പിക്സൽ ക്യാമറ പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് തീർച്ചയായിട്ടും നിരാശപ്പെടും. കാരണം ഇത് 13 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്നാൽ 48നോട് കിടപിടിക്കുന്ന ഒരു ക്യാമറകൾ തന്നെയാണ് ഈ ഫോണുകൾക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ചാണ്. 4000 mAh ബാറ്ററി ലൈഫ് ഈ ഫോണുകൾക്ക് നൽകിയിരിക്കുന്നു. ഒരു സ്റ്റാൻഡേർഡ് ബാറ്ററി തന്നെയാണ്. കാരണം 4000 mAh എന്ന് നമുക്ക് പറയുമ്പോൾ അറിയാം, അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ബാറ്ററി നോക്കിയിട്ട് ഈ 5.3 എന്ന ഫോണുകൾക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്, 10 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഈ ഫോണുകളിൽ. അപ്പോൾ ഇതൊക്കെയാണ് നോക്കിയ ഏറ്റവും പുതിയതായിട്ട് പുറത്തിറക്കിയ ഈ 5.3 എന്ന ഫോണുകളുടെ ഒരു ചെറിയ സവിശേഷതകൾ, അല്ലെങ്കിൽ ഒരു ചെറിയ റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, ഇതിൻ്റെ വില എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 13,000 രൂപയ്ക്ക് അടുത്ത് വരുന്ന, അടുത്താണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇതേ പ്രൈസ് റേഞ്ചിൽ നമുക്ക് റെഡ്മിയുടെയും റിയൽമിയുടെയൊക്കെ 48-ൻ്റെയും അല്ലെങ്കിൽ അത്തരത്തിൽ 64-ൻ്റെയൊക്കെ ക്യാമറ ഫോണുകൾ ലഭ്യമാകുന്നുണ്ട് വിപണിയിൽ. അപ്പോൾ അതിനോടൊപ്പം ആ ഫോണുകൾക്കൊപ്പം ഈ നോക്കിയുടെ ഈ പുതിയ ഫോണുകൾ എത്രമാത്രം വിപണി കീഴടക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും നോക്കിയ പ്രേമികൾക്ക് തീർച്ചയായിട്ടും നിരാശപ്പെടുത്താത്ത ഒരു ഫോൺ തന്നെയാണ് ഈ നോക്കിയുടെ പുതിയ 5.3 എന്ന ഫോണുകൾ.